മഴക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? മഴ നോക്കിയിരിക്കാനും മഴയത്ത് നല്ല നല്ല ഫുഡുകൾ ചൂടോടുകൂടി ഫുഡ് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ? പക്ഷെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു പണിയുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ മാനേജ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് അല്ലേ? ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി. അപ്പോൾ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ മഴയത്ത് നമുക്കുണ്ടാകുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് കറണ്ട് പോകുക എന്നുള്ളത് അല്ലേ? അപ്പം നമുക്ക് ഇതുപോലെ പാലൊക്കെ ബാക്കി വന്നാൽ പെട്ടെന്ന് ചീത്തായി പോകും. കാച്ചി വെച്ചാലും ശരി, അത് പെട്ടെന്ന് ചീത്തായി പോകും. ഇത് പഴയ കുക്കറാണ് കേട്ടോ, പഴയ കുക്കറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് മൂടി നമ്മൾ ഇതുപോലെ ഒന്ന് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെക്കുന്ന പാല് വൈകുന്നേരം ആയാലും യാതൊരു കേടും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അത് കാച്ചിയ പാലാകട്ടെ കാച്ചാത്ത പാലാകട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മളുടെ ഉഴുന്നും പച്ചരിയും കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരിയ ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഒന്ന് അതിൻ്റെ മൂടി ഇട്ടിട്ട് വിസിലോട് കൂടി ഇട്ടിട്ട് നമ്മളിത് എടുത്ത് വെക്കാട്ടെ. ഇത് പഴയ കുക്കറാണ്, പുതിയ കുക്കറല്ല, നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ച കളയാൻ വെച്ച കുക്കറാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫെയ്ഡായിട്ടിരിക്കുന്നത് കേട്ടോ. വെറും ഒരു 3/4 മണിക്കൂർ മതി നമ്മളുടെ ഈ ഒരു അരിയും ഉഴുന്നും നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിപ്പം രാവിലെ ഇടാനായിട്ട് മറന്നു പോയി വൈകുന്നേരം നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കണമെങ്കിൽ ഒരു 4 മണിക്ക് നമ്മൾ ഇത് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഒരു പഴയ കുക്കർ എടുക്കുക, ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു മാവ് ഇതിലേക്ക് വെച്ച് നമ്മൾ മൂടിയിട്ട് വെക്കുക. എന്നിട്ട് ഒരു പാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര ചൂടുള്ള വെള്ളമല്ല, ഒരു വിധം ചൂടുള്ള നമ്മളെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മൾ ഈ ഒരു മാവ് വെച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. ഇനി നിങ്ങൾക്ക് ഈ തണുപ്പ് കാലത്ത് നിങ്ങളുടെ ഇഡ്ഡലിയും അപ്പമൊക്കെ ഇതുപോലെ ആയി വരുന്നില്ല, നല്ല പഫി ആയിട്ട് വരുന്നില്ല, പാലപ്പം ശരിയാവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ രാത്രി കിടക്കുമ്പം ഇതുപോലൊരു കുക്കറിൽ പാത്രം ഇറക്കി വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ ഇത് ഇപ്പം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. നമ്മളുടെ ഈ ഒരു തട്ടിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൈപ്പിൽ കാണിച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് അടന്നു വരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നോക്കിക്കേ, ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്തില്ല ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ രാത്രി മൊത്തം നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന രീതിയിൽ പൊങ്ങി വരാൻ വെക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ സ്കൂൾ ബാഗ്. ഇപ്പോൾ എൻ്റെ മോൻ്റെ കഴിഞ്ഞ വർഷത്തെ 3ാമത്തെ ബാഗാണ് കേട്ടോ, ലാസ്റ്റ് മേടിച്ച ബാഗാണിത്. അപ്പോൾ ഈ വർഷം അത് അത്ര സിബൊന്നും പോയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഈ വർഷം ഈ ബാഗ് തന്നെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. നല്ല അടിപൊളിയായിട്ട് പുത്തനായിട്ട് ഈ ബാഗ്, പഴയ ബാഗ് പുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിന് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ഷാമ്പു എടുക്കുക, അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക, എന്നിട്ട് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ തന്നെ മുക്കി വെക്കുക. മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇടുന്നതിൻ്റെ കാര്യം അതിലുള്ള ആ ഒരു എന്താ പറയുക ഒരു മണം പോകുവാനും അതുപോലെ തന്നെ കളറ് നിലനിൽക്കുവാനും ആ ഒരു ബാഗിൻ്റെ ആ ഒരു കളറ് നമ്മളല്ലെങ്കിൽ കഴുകി എടുക്കുമ്പോൾ അതൊന്ന് ഫെയ്ഡായി പോകുമല്ലോ, അതൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നല്ലതുപോലെ അത് സഹായിക്കും ഉപ്പിടുന്നത് കേട്ടോ. നല്ല കളറായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഉപ്പ്. അപ്പോൾ നമ്മളത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾക്ക് ടൈം എത്രയുണ്ടോ അത്രയും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ അഴുക്ക് പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുത്തനായിട്ട് എടുക്കാനായിട്ട് ബാഗ് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈ ഒരു പാത്രത്തിലിട്ട് കാണിക്കുന്നത്, നമ്മൾ ബക്കറ്റിലിട്ട് കാണിക്കുമ്പോൾ ക്യാമറ അത്രത്തോളം കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ.
അപ്പം നല്ലതുപോലെ തന്നെ അഴുക്ക് കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ ആ ഉപ്പും കൂടെ ഇട്ടത് കൊണ്ട് നല്ലതുപോലെ തന്നെ അതിൽ നിന്നും ഇത് ഇളകി വരുന്നതാണ്. ഇനി ഒരു ട്രിക്ക് കൂടിയുണ്ട്, അതിൻ്റെ ഒരു പുത്തനാക്കാനായിട്ട് കേട്ടോ. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷണറാണ് എടുക്കേണ്ടത്, ഷാമ്പൂവിൻ്റെ ഒപ്പം കിട്ടുന്ന കണ്ടീഷണർ. ഇതിപ്പോൾ നമുക്ക് 1 രൂപക്കൊക്കെ നമുക്കിപ്പോൾ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ സ്ലോലി വെള്ളം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ കാണിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യുമ്പം ഇത് അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെയായിട്ട് കിടക്കും, അത് നല്ലതുപോലെ മിക്സായി വരില്ല. അപ്പോൾ 2 കൈ വെച്ചിട്ട് ഇതുപോലെ ഒരച്ച് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും നമുക്ക് കട്ടയില്ലാതെ തന്നെ ഈവണായിട്ട് മിക്സായി കിട്ടാനായിട്ടാണ് ആ ഒരു ട്രിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാഗിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കട്ട പിടിച്ച പോലെ ഇരുന്നിട്ട് ഒരു പാണ്ട് പിടിച്ച ഒരു കളറായിട്ട് വരും. അതുകൊണ്ടാണ് അതുപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇതൊന്ന് മുക്കി ഒരു 10-15 മിനിറ്റ് ഇതുപോലെ വെക്കാട്ടോ. നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കുട്ടികൾ ഇപ്പോൾ പുതിയ ബാഗ് മേടിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകുമല്ലോ, കഴുകുമ്പോൾ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാതെ പുത്തനായിട്ട് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾ കണ്ടീഷണർ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 2-3 വെള്ളത്തിൽ ഇത് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ആ ഒരു കണ്ടീഷണറിൻ്റെ ആ ഒരു ഇത് കളഞ്ഞ് എടുത്താൽ മാത്രം മതി. ഫുള്ളായിട്ട് അത് പോവില്ല, നല്ല പുതിയതുപോലെ തന്നെ ആ ഒരു അഴുക്കും അതുപോലെ തന്നെ ആ ഒരു കളറ് വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ സിബിന് എന്തെങ്കിലും ബാഗിൻ്റെ സിബിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ വാസലിൻ ഉണ്ടെങ്കിൽ വാസലിൻ എടുക്കാം, ഇല്ലെങ്കിൽ മെഴുകുതിരി ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ഒരു ടൈറ്റ് പോലെ ഉണ്ട്, അപ്പോൾ നമുക്ക് അത് നല്ല സ്മൂത്താക്കി എടുക്കാനായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ സിബിൻ്റെ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. തേച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സിബിൻ്റെ ആ ഒരു അറ്റത്തും ആ സിബ് പോകുന്ന ആ ഒരു ലൈനിലും എന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, എത്ര സൂക്ഷിച്ചാലും അവർ ഒരു ബാഗിന് ഈർപ്പം ഉണ്ടാവും അല്ലേ. പിറ്റേന്ന് നമ്മൾ ആ സ്കൂളിലെ ബുക്കും സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഈർപ്പത്തിൻ്റെ മണം ഇരുന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പഴയ കുക്കർ എടുക്കുക, അതിലേക്ക് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ പോകുന്നതാണെങ്കിൽ കൂടി ആ ഒരു നനവും ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലുപ്പ് കൊണ്ട് ഈ ഒരു കുക്കർ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ബാഗിലേക്ക് വെക്കുന്നതിനേക്കാളും നല്ലത് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി എടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബാഗിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഈർപ്പം മൊത്തത്തിൽ ഈ ഒരു കുക്കർ കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഈർപ്പം പോയി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോകാനും വളരെ സഹായിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു കുക്കർ ഇതുപോലെ ചൂടാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളുടെ യൂണിഫോം ആകട്ടെ എല്ലാം ഉണങ്ങിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒരു ഈർപ്പമൊക്കെ ഉള്ള സമയത്ത് ഈ കുക്കർ കൊണ്ട് ഇതുപോലെ കല്ലുപ്പിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളിപ്പം കോട്ടൺ തുണികളും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാം. പക്ഷേ ഈ ബാഗിലാകുമ്പം ഏതെങ്കിലും ഒരു തുണി വിരിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ പഴയ കുടകൾ ഇനിയിപ്പോൾ എടുക്കുമല്ലേ, നമ്മൾ മഴക്കാലം ആകുമ്പോൾ അപ്പോൾ പല ബുദ്ധിമുട്ടുകളാണ്. അത് തുറക്കാൻ പറ്റില്ല, അത് വലിച്ചാൽ എന്താണ് പറയുക ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് തുറക്കേണ്ടൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ ആ ഒരു ജോയിൻറ്റിൽ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഉരസി കൊടുക്കുക കേട്ടോ. എല്ലാ ജോയിൻറ്റുകളിലും ഓരോ ജോയിൻറ്റിലും നമ്മൾ എന്താണ് പറയുക വലിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ കുടയൊക്കെ നമ്മൾ മേടിച്ചാലും പഴയ കുട നമ്മൾ വെറുതെ കളയൊന്നും വേണ്ട കേട്ടോ. പഴയ നമുക്ക് എല്ലാ വർഷവും എപ്പോഴും കുട വാങ്ങാനായിട്ട് സാധിച്ചെന്ന് വരില്ലല്ലോ. അപ്പോൾ പഴയ കുട ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന കുടകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ.
ഇപ്പോൾ നോക്കിക്കോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം തന്നെ മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കുടകൾ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ എല്ലാ ദിവസവും കുട കൊണ്ടുപോകും അല്ലേ, അപ്പോൾ നമുക്ക് ബാഗിൽ വെക്കാൻ പറ്റില്ല. ഇത് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് അത് വെള്ളം ഊറിപ്പോയാലും അതിൻ്റെ ഒരു ഈർപ്പത്തിൻ്റെ സ്മെല്ല് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ഇത് തന്നെ ബാഗിൽ വെച്ച് കൊണ്ടുപോകണ്ടേ. അപ്പം നമുക്കിപ്പം മഴ എന്ന് പറയുമ്പോൾ അതുപോലത്തെ മഴയാണ്. അതിനൊരു കിടിലൻ സൂത്രം ഞാൻ കാണിച്ചു തരട്ടെ. വളരെ എളുപ്പത്തിൽ, യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ഇത് ഉണങ്ങി നല്ല പോലെ തന്നെ കിട്ടാനായിട്ട് നമ്മൾ പഴയ കുക്കർ എടുക്കുക, ഇതുപോലെ ഒന്ന് ചൂടാക്കുക എന്ന് പറയുമ്പോൾ നല്ല ചൂട് വേണം. അതിനുശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കുട ഇതുപോലെ വെച്ച് കൊടുക്കാവുള്ളൂ. ഫ്ലെയിം വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കുട, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇത് മാത്രമേ കുട മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അറ്റ് ദ ടൈം 2 കുട 3 കുട നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെയ്തു കൊടുക്കുമ്പോൾ മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊന്ന് ആ ഒരു പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കണം. ഒരു പൊസിഷനിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ല ഈവൺ ആയിട്ട് ഉണങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് ഒരു 5 മിനിറ്റ് മാത്രം മതി. നല്ല എന്താ പറയുക, നല്ല വെയിലത്ത് ഉണങ്ങി കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഉണങ്ങി കിട്ടും. യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാം കേട്ടോ. ഞാൻ പഴയ കുക്കറിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിക്കാത്ത ടിപ്സുകളാണ് ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത്. അതിൽ അടിപൊളി നമുക്ക് അടുക്കളയിൽ പണികൾ എളുപ്പമാക്കാൻ പറ്റുന്ന കിടിലൻ സൂത്രങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക, ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുക്കാം. വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു എന്താണ് പറയുക, കുട നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ മഴക്കാലത്ത് ഉണ്ടാവുന്ന അടുത്ത ഒരു കാര്യമാണ് നമുക്ക് നമ്മളുടെ ഫുഡ് പെട്ടെന്ന് തണുത്തു പോകുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. നിങ്ങൾക്ക് വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കാം. ഞാനിപ്പോൾ ഒരു കാര്യമാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും കറിയും എല്ലാം നമുക്ക് തട്ടായിട്ട് വെച്ച് ആ ഒരു അളവിന് പാത്രങ്ങൾ വെച്ച് കൊടുത്തതിന് മേലിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾക്ക് എന്താ പറയുക, 7 മണിയായാലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂട് ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക ആ ഒരു മൂടി. അതിനുശേഷം നമ്മളുടെ കുക്കറിൽ വിസിലോടുകൂടി നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചൂടാറില്ല. ഒരു 2-3 മണിക്കൂർ എന്താണെങ്കിലും ചൂടോടുകൂടി തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി നിങ്ങൾ രാത്രിയും ചോറാണ് കഴിക്കുന്നതെങ്കിൽ ഇത് നല്ല ചൂടാക്കി എടുക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കേ. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നീര് ചൂടുവെള്ളം, ഒരുവിധം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു കുക്കർ വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ചോറ് നല്ല ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കഴിക്കും. നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ആ ഒരു പെർഫെക്ഷനോടുകൂടി ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. രാത്രി ചപ്പാത്തി ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും രാവിലത്തെ എന്തെങ്കിലും ഫുഡ് ചൂടാക്കാനാണെങ്കിലും ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്താൽ മതി. പഴയ കുക്കർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ കിടിലൻ സൂത്രങ്ങളല്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പഴയ കുക്കറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. കിടിലൻ സൂത്രങ്ങളാണ്. ഒരു സൂത്രങ്ങളും ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ട്രിക്സും പോയി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.